ഇന്ന് എൻ്റെ സാമ്പാർ പൊടി ഉപയോഗിച്ച് നമുക്കൊരു കുക്കർ സാമ്പാർ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ, സാധാരണ സാമ്പാറിന് ഉപയോഗിക്കുന്ന പച്ചക്കറികൾ ഏത് വേണമെങ്കിലും ഇടാൻ കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. വലിയ 2 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു കൊടുക്കുക. ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം. ഒരുപാട് കഷ്ണങ്ങൾ ഇടാതെ വെച്ചാലും സാമ്പാർ നല്ലതാവും. ഇപ്പം സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി, കിഴങ്ങ്, പിന്നെന്താ ഈ വഴുതനങ്ങ, അങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം. പക്ഷെ മെയിൻ ആയിട്ടുള്ള വെജിറ്റബിൾസ് മറക്കാതെ ഇട്ട് കഴിഞ്ഞാൽ സാമ്പാർ അടിപൊളിയാവും കേട്ടോ. തക്കാളി ഇടുമ്പോൾ ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി, ഒരുപാടാവണ്ട. കാരണം തക്കാളിക്ക് ഒരു പുളി ടേസ്റ്റുള്ള വെജിറ്റബിൾ ആണല്ലോ. അപ്പം നമ്മൾ ഇതിനകത്ത് പുളി അല്ലാതെ ഒഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണേ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 വലിയ സവാള ഇടാം. ഞാൻ 2 എടുക്കുന്നുള്ളൂ. ഈ കൊച്ചുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടി ഇടാം കേട്ടോ, നല്ല ടേസ്റ്റ് വരത്തേ ഉള്ളൂ. ഇനി ഇതിലേക്ക് പടവലങ്ങ ഇടാം. ഞാനിവിടെ 1/4 കഷ്ണം പടവലങ്ങ എടുത്തിരിക്കുന്നത്. വലിയൊരു പടവലങ്ങ ഞാൻ മേടിച്ചുകൊണ്ട് വന്നത്, അതുകൊണ്ട് 1/4 എടുത്തോളൂ. കൊച്ചു പടവലങ്ങയാണെന്നുണ്ടെങ്കിൽ 1/2 മുറി ഇട്ടാലും നല്ലതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് വെജിറ്റബിൾസ് കൂടിപ്പോകുന്നതും ഇഷ്ടമല്ല, ഒട്ടും ഇല്ലാതെ പരിപ്പ് മാത്രമായിട്ടിരിക്കുന്നതും ഇഷ്ടമല്ല. എരിക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇടാം. നമ്മളിതിനകത്ത് വേറെ മുളക് പൊടിയൊക്കെ ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കിയിട്ട് പച്ചമുളക് ഇടണേ. ഇതിപ്പോൾ നല്ല എരിയുള്ള പച്ചമുളക്, ഇങ്ങനെ ഇരിക്കുന്ന പച്ചമുളകിന് എരി കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ 3-4 എണ്ണ ഇടുന്നുള്ളൂ. 2 ഇടത്തരം ക്യാരറ്റ് എടുക്കുന്നുണ്ട്. അതും ഇതുപോലെ നടുക്കൂടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വലുതായിട്ട് അങ്ങ് അരിഞ്ഞു കൊടുത്തേക്കണം. ഒരുപാട് വലുതല്ല, ഈ കാണുന്ന പോലെ. ഇതൊരു വലിയ വെള്ളരിക്കയായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കഷ്ണം ഇവിടെ എടുത്തിട്ട് പിന്നെ 1/2 കഷ്ണം പച്ചടിക്ക് വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട്. സാമ്പാറിൽ വെള്ളരിക്കയ്ക്ക് പകരം തടിയങ്ക എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും, അതിട്ടാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാണ്ടില്ലേ ഒരു കുറച്ച്, അതായത് ഒരു കൊച്ചൊരു സാമ്പാറിനുള്ളത്, നമ്മുടെ വീട്ടിൽ കൊച്ചൊരു സാമ്പാറിനുള്ളതുണ്ട്. ഒരു 100 ഗ്രാം വെണ്ടയ്ക്ക കാണും. ഇതിപ്പോഴല്ല അരിഞ്ഞിടണ്ടേ, നമുക്ക് ലാസ്റ്റ് കടു വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സാമ്പാറിലേക്ക് സാമ്പാർ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ എൻ്റെ തന്നെ സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ സാമ്പാർ പൊടി ഇല്ലാതെ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വർഷം മുമ്പ് ഇട്ടിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ദിവസം വീണ്ടും ഇടാം കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ സാമ്പാർ പൊടി വെച്ച് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 4 വലിയ ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുക്കുന്നുണ്ട്. സാമ്പാർ പൊടി ഇതാ കണ്ടില്ലേ, നല്ല കുമിച്ചാണ് എടുത്തിരിക്കുന്നത്, അതായത് ഇങ്ങനെ കൂന കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇച്ചിരി വെള്ളം കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, നമ്മളിത് തിളപ്പിക്കുമ്പോഴത്തേക്ക് ഈ കറി അങ്ങ് കുറുകി വന്നോളും കേട്ടോ. ഇതുപോലെ കട്ടയില്ലാതെ ഇതുപോലെ കലക്കിയെടുക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോഴേ അത് കുറുകി തന്നെ ഇരിക്കുക കേട്ടോ. ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഇപ്പോഴേ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആദ്യം ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ടിടാവേ, നമുക്ക് പിന്നെ അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ പ്രശ്നമാവും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പുളിവെള്ളം. ഞാനിപ്പോൾ ഒരു തവിക്ക ഒഴിച്ചിരിക്കുന്നത്, നമുക്ക് പിന്നെ വേണമെങ്കിൽ പുളി നോക്കിയിട്ട് പിന്നെ ഒഴിക്കാം കേട്ടോ. ഇനി അടുത്തത് കഴുകി ഞാൻ വെള്ളം ഒഴിച്ച് പിന്നെ ഇട്ടിരുന്നതാണ് തോരപ്പരിപ്പ്. എല്ലാവരും ആണെങ്കിൽ ചിലരാണെങ്കിൽ കടലപ്പരിപ്പ് ഇടുന്ന കാണാം. ഞാൻ തോരപ്പരിപ്പാണ് എടുക്കുന്നത്, അതായത് സാമ്പാർ പരിപ്പ് എന്ന് പറയും. നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന ഒരു തരം പരിപ്പായത് കേട്ടോ, തോരപ്പരിപ്പ് എന്നാണ് ഇത് പറയുന്നത്. അപ്പം ഞാനതിവിടെ 250 മില്ലിയുടെ ഒരു കപ്പിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ സാമ്പാർ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നവർക്കോ ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ സാമ്പാർ പൊടി ഇട്ട് കലക്കി വെച്ചിട്ടില്ലേ ഒരു മിക്സ്, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാത്രം ഒന്ന് കഴുകി, അതായത് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാതെ. അതായത് നമ്മൾ ഇട്ടിരിക്കുന്ന വെജിറ്റബിൾസിനും പരിപ്പിനും തൊട്ട് മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഒരുപാട് കുറഞ്ഞും പോകരുത്. കുറഞ്ഞു പോയാൽ അടി പിടിക്കും, കൂടിപ്പോയാൽ പിന്നെ അത് വറ്റിച്ചെടുക്കുമ്പം ബാക്കി കഷ്ണങ്ങളൊക്കെ ഒരുപാട് അങ്ങ് വെന്തൊടയുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിത് വലിയ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ അടിച്ചെടുക്കാതെ ആ നേരത്തിന് നമുക്ക് ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത്രയും നീളത്തിൽ ഇതങ്ങ് അരിഞ്ഞിട്ടേക്കാം. ഇനി കടുക് വറക്കാനായിട്ട് കൊച്ചുള്ളിയാണ് എപ്പോഴും എടുക്കേണ്ടത്. കാരണം ഞാൻ അത് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാള എടുക്കും കേട്ടോ. അത് ഇതുപോലെ നേരത്തെ അരിഞ്ഞതുപോലെയല്ല, കുറച്ചുകൂടെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞു കൊടുക്കാവേ.
കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ നമുക്ക് എടുത്ത് വെച്ചേക്കാവേ. മൂന്ന് വിസിലൊക്കെ അടിച്ച് അതിൻ്റെ പ്രഷറൊക്കെ പോയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇതാണ്ടില്ലേ, വെള്ളമൊന്നും വറ്റി പോകാതെ ആവശ്യത്തിന് കുറുകി വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിത് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി ആവശ്യം അത്രയും ഒഴിക്കാം. ഞാൻ അത്രയും ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഞാൻ എരി, ഉപ്പ്, പുളി എല്ലാം നോക്കിയിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. നല്ല ആവശ്യത്തിന് കൊഴുപ്പുമുണ്ട്. ഇനി ഇത് ഒന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വെക്കാം. അതായത് നമ്മൾ ഈ തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിൽ പോലും ഒന്ന് തിളച്ച് വരണമല്ലോ. അപ്പോൾ അത് അവിടെ നിന്ന് തിളക്കട്ടെ. ആ നേരത്തിൽ നമുക്ക് കടുക് വറുത്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക. ഇത് ഇത്രയും നമുക്കൊന്ന് വാട്ടിയെടുക്കണേ. ഇത്രയും മതി. ഉള്ളി ഒന്ന് മുരിഞ്ഞ് ബ്രൗൺ ആയിട്ടുണ്ട്. വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാട് അങ്ങ് ഇതായി കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഗുണവും കൂടെ നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മതി. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിക്കാവേ. ഈസി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ദോശയ്ക്കും ഇഡലിക്കൊക്കെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനിതൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ്. വെണ്ടയ്ക്കൊക്കെ ഇതുപോലെ ഒരുപാട് മുരിക്കാതെ ബ്രൗൺ കളർ ആക്കാതെ ഇങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൊഴുപ്പ് പോവുകയും ചെയ്യും. ഈ സാമ്പാറിന് നല്ല ഭംഗിയായിരിക്കും. ഞാൻ പലപ്പോഴും യൂട്യൂബ് ഷോർട്സും ഇൻസ്റ്റാഗ്രാം റീൽസിലുമൊക്കെ ഈ സാമ്പാർ ഇടുമ്പം ഈ സാമ്പാറിലെ പരിപ്പ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയാറുണ്ട് പരിപ്പ് വെന്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന്. പക്ഷെ അതാ നോക്കേ, ഈ സാമ്പാറിൻ്റെ പരിപ്പ് ഓവറായിട്ട് കുക്കായി പോകാത്തതുകൊണ്ടാണ് എൻ്റെ അങ്ങനെ കിടക്കുന്നത്. എനിക്കങ്ങനെ കിടക്കുന്നത് കാണുന്നത് ഇഷ്ടവുമാണ് താനും. ഓവറായിട്ട് കുക്കായി പോകാതെ പാകത്തിന് വെന്ത പരിപ്പായ ആയതുകൊണ്ടാണ് ഈ കൈ കൊണ്ട് ഞെക്കിയപ്പോൾ ഇങ്ങനെ ഞെങ്ങി പോകുന്നത്. അപ്പം ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കിയത് പലഹാരങ്ങളായ ദോശ, ഇഡലി, പുട്ട് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല കുറുക്കി സെറ്റാക്കിയാണ് ഈ സാമ്പാർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾ ചോറിന് വല്ലതും ആണ് ഇത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നീട്ടി ഉണ്ടാക്കണം കേട്ടോ. അതായത് കൺസിസ്റ്റൻസി എപ്പോഴും ശ്രദ്ധിക്കണമെന്നർത്ഥം. അപ്പോൾ ഈ വീഡിയോയും ഈ റെസിപ്പിയും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുന്നതായിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയും വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.